ലതികേ, നീ എന്താ ലതിക ഇവിടെ വന്നിരിക്കുന്നത്? സാധാരണ ഈ സമയത്ത് ടിവിക്ക് മുമ്പിൽ ഇരിക്കുന്നതാണല്ലോ. ഒന്നിനും തോന്നില്ല ഏട്ടാ. വിനയ ഷോപ്പ് അടച്ചു വന്നാലൊരു സമാധാനമുള്ളൂ. അതെന്ത് പറ്റി? അവൻ സാധാരണ വരുന്ന സമയമാവുന്നതല്ലേ ഉള്ളൂ. ഇതുവരെയുള്ള അവസ്ഥയിലാണോ അവനിപ്പോ? പുറമേ കാണിക്കുന്നില്ലെങ്കിലും ചീരു പോയതില് അവന് നല്ല വിഷമമുണ്ട്. ആത്മാർത്ഥമായ വിഷമാണെങ്കിൽ അത് നല്ലതാ. മറിച്ച് അവള് പോയതുള്ള വെറുപ്പും പകയുവാണെങ്കിൽ അത് സൂക്ഷിക്കണം. അവന്റെ കാര്യമല്ലേ, എന്താ മനസ്സിലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒരു ദേഷ്യത്തിന് മാഷിന്റെ അടുത്തെങ്ങാനും പോയി വഴക്കുണ്ടാക്കുമെന്നുള്ള പേടിയുണ്ട് എനിക്ക്. ഏയ്, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാഷ് ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും സംസാരിച്ചതല്ലേ. ഇനി അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കാനൊന്നും അവൻ പോവില്ല. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെന്ന് അവനറിയാം. ചീരുപോയന്റെ ദേഷ്യം അവനവന്റെ പെമ്മക്കളോട് കാണിക്കാൻ തുടങ്ങിയാലാണ് നമ്മൾ പേടിക്കേണ്ടത്. അവൻ ആ കൊച്ചുങ്ങളുടെ കാര്യം തീരെ ശ്രദ്ധിച്ചില്ലെന്ന് വരാം. അല്ലാതെ വേറെ രീതിയിലൊരു ദ്രോഹമൊന്നും അവൻ ചെയ്യില്ല. ആ, ചെയ്യാതിരുന്ന നല്ലത്. ചീരു തിരിച്ചു വരുന്നതുവരെ ആ പെമ്മക്കളുടെ ഉത്തരവാദിത്വം നമുക്കാ. അതെപ്പോഴും അവനെ ഓർമ്മിപ്പിക്കണം. ആ, അവൻ വന്നല്ലോ. നിന്റെ ആദിയും വിഷമമൊന്നും അവനെ അറിയിക്കണ്ട. സന്തോഷമായിട്ട് നിന്നാ മതി. എന്താണ് രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞാൻ കയ്യിൽ നിന്ന് പോയിട്ടാണോ വരുന്നതെന്ന് അറിയാൻ നിൽക്കുമായിരിക്കും അല്ലേ? നീ എന്തിനാടാ കയ്യിന്ന് പോകുന്നത്? നിനക്കിപ്പോ ഒരു ലക്ഷ്യബോധം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും വേറെ ആരുടെയും സഹായം ഇല്ലാതെ ഈ വീടിന്റെ ബാധ്യത നീ തീർക്കും. ഓ, ഇപ്പോഴെങ്കിലും വിനയന്റെ കാര്യത്തിലൊരു വിശ്വാസം നിങ്ങൾക്ക് വന്നല്ലോ. അമ്മ എന്ത് പറയുന്നു? മാമന്റെ അത്രക്ക് വിശ്വാസം അമ്മക്ക് വന്നിട്ടില്ല അല്ലേ? എനിക്ക് നിന്റെ കാര്യത്തിൽ ഒരു വിശ്വാസക്കുറവുമില്ല. നീ മനസ്സ് വെച്ചാ എല്ലാം നേടുമെന്നും എനിക്കറിയാം. മതി, എനിക്കിത് കേട്ടാ മതി. ആ, ദാ മക്കൾക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവിടെ ചീരൂടെ ഉള്ളപ്പോ ഒരു ലിസ്റ്റ് തന്നിരുന്നു. ഞാനത് പേഴ്സിൽ വെച്ച് മറന്നുപോയി. ഇപ്പോഴത് വാങ്ങിക്കാൻ പറ്റിയത്. മോനെ, അമ്മ ചായ എടുക്ക. വേണ്ടമ്മേ, ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും അമ്മ അത്താഴം എടുത്ത് വെച്ചാൽ മതി. നല്ല വിശപ്പുണ്ട്. ആ പീതാംബരൻ സാറിന്റെ ഇൻട്രസ്റ്റ് ഞാൻ കൊടുത്തു കേട്ടോ. അയാളുടെ വീട്ടിൽ CCTV വെക്കാനുള്ള ഓർഡറും കിട്ടി. നാളെ കഴിഞ്ഞ് വർക്ക് കൊടുക്കാനാ പ്ലാൻ. കുറച്ച് ഓർഡർ കൂടി എടുക്കണം. സിംഗപ്പൂരുകാരിയുടെ സഹായമില്ലാതെ നമുക്കൊന്ന് ജീവിച്ച് കാണിക്കണല്ലോ. അച്ഛാ, കഞ്ഞി കുടിക്കാം. അയ്യോ, പ്ലേറ്റ് ഒന്നും എടുക്കണ്ട. തൽക്കാലം അച്ഛൻ ഇതെന്ന് തന്നെ കുടിച്ചേ. അച്ഛന് ഞാൻ എടുത്തു തരാം. അച്ഛൻ ഇതേ തന്നെ എടുത്ത് കുടിച്ചോ. കൈ വയ്യാത്തല്ലേ? ഇനി ഇതിന്റെ പേരിലൊരു പ്രശ്നം വേണോ? ആ, ഇന്നമ്മ പ്രശ്നം ഒന്നും ഉണ്ടാക്കത്തില്ല. അച്ഛനമ്മയ്ക്ക് അനുകൂലമായിട്ട് പറഞ്ഞ ദിവസമല്ലേ. അച്ഛാ, സ്പൂണ് വെച്ച് കഞ്ഞി കുടിക്കാൻ പറ്റുമോ? നോക്കാം മോളെ, പറ്റുമായിരിക്കും.
ഇന്ന് അത്താഴത്തിന് എല്ലാവർക്കും ചപ്പാത്തിയും കറിയായിരുന്നു. അച്ഛന് കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയതാ. നന്നായി മോളെ. 2 ദിവസത്തേക്ക് കയ്യിൽ ഇരവൊന്നും തട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ, അനുഭവിച്ചോ. സ്വന്തം ഇഷ്ടത്തിന് മരം വെട്ടാൻ പോയതല്ലേ. ഇതിന്റെ പേരാണ് അഹങ്കാരം.